1982 റിലീസായ പടയോട്ടം എന്ന ചിത്രം മലയാളത്തിൻ്റെ ആദ്യത്തെ ബാഹുബലി എന്ന് പറയാം. അലക്സാണ്ടർ ഡൂമാസിൻ്റെ ദ കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ എന്ന നോവലിനെ ആസ്പദമാക്കി ഗോവിന്ദൻകുട്ടി തിരക്കഥയും സംഭാഷണവും ഒരുക്കി നവോദയ അപ്പച്ചൻ നിർമ്മിച്ച പടയോട്ടം വ്യത്യസ്തമായ ഒരു സിനിമാനുഭവം മലയാളി പ്രേക്ഷകന് സമ്മാനിച്ചു. മലയാളത്തിലെ ആദ്യത്തെ 1 കോടി ബജറ്റ് എന്നാണ് പറഞ്ഞു കേട്ടിരുന്നത്. ഒരു ശരാശരി സിനിമയ്ക്ക് 20 ലക്ഷം രൂപ മുടക്കുന്ന അക്കാലത്ത് അതൊരു ബ്രഹ്മാണ്ഡ ചിത്രം തന്നെയായിരുന്നു. നൂതനമായ സാങ്കേതിക വിദ്യകൾ മലയാള സിനിമയിൽ കൊണ്ടുവന്ന ജിജോയാണ് മലയാളത്തിലെ ആദ്യത്തെ 70mm ചിത്രമായ പടയോട്ടത്തിൻ്റെ സംവിധായകൻ. ഇന്ത്യയിലെ തന്നെ ആദ്യ 3D ചിത്രമായ മൈ ഡിയർ കുട്ടിച്ചാത്തൻ, പിന്നീട് ബൈബിൾ, അങ്ങനെ തൊട്ടതെല്ലാം തനിത്തങ്കമാക്കി മാറ്റിയ ചരിത്രം തന്നെ സൃഷ്ടിച്ച ജിജോ പിന്നീട് സിനിമകൾ സംവിധാനം ചെയ്തതായി അറിയില്ല. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്ന് എന്നോ പ്രേംനസീറിൻ്റെ മികച്ച കഥാപാത്രമെന്നോ പറയാവുന്ന അത്രയും മികച്ചതാണ് ഉദയനൻ അല്ലെങ്കിൽ തമ്പാൻ എന്ന കഥാപാത്രം. ഉദയനിൽ നിന്നും ആറേക്കാട് അമ്പാടി തമ്പാനിലേക്കുള്ള മാറ്റവും വ്യത്യസ്തമായ രൂപവും ഭാവവും അക്ഷരാർത്ഥത്തിൽ തന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ഹോളിവുഡ് പ്രശംസ നേടിയതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. മധുവിൻ്റെ ദേവരാജൻ തമ്പുരാൻ മികച്ച ഭാവാഭിനയം കൊണ്ട് തിളങ്ങി. മമ്മൂട്ടിക്കായിരുന്നു ഏറ്റവും വലിയ ഭാഗ്യം ലഭിച്ചത്. കമ്മാരൻ എന്ന പ്രധാന വില്ലനായി അദ്ദേഹത്തിന് അവസരം കിട്ടിയത് തന്നെ ഒരു വലിയ നേട്ടമായിരുന്നു. കപ്പിത്താനായി അഭിനയിച്ച അച്ഛൻ കുഞ്ഞിനെ അന്നത്തെ പ്രേക്ഷകർ ഒരുപക്ഷെ വെറുത്തിരിക്കാം. കിടിലൻ വില്ലൻ. ലക്ഷ്മിയും ജലജയും പൂർണിമ ജയറാമും ശങ്കറും സുകുമാരിയും മീനയും തിക്കുറിശിയും ആലുമൂടനുമൊക്കെ അവരവരുടെ വേഷങ്ങൾ മികവുറ്റതാക്കി. മമ്മൂട്ടിയുടെ മകനായി മോഹൻലാൽ അഭിനയിച്ചു എന്നതാണ് രസകരമായ ഒരു വസ്തുത. അന്ന് തന്നെ വലിയ പ്രതീക്ഷ നൽകുന്ന താരമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭിനയം എവിടെയും മനസ്സിലൊരു അല്ലെങ്കിൽ വേണ്ട സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് സസ്പെൻസ് നഷ്ടപ്പെടണ്ട. ഒരു കഥാപാത്രത്തെക്കുറിച്ച് കൂടി പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാം. തിരക്കഥയും സംഭാഷണവും തയ്യാറാക്കിയ ഗോവിന്ദൻകുട്ടി. തിരുവനന്തപുരം അതുല്യ തിയേറ്ററിലെ ഉദ്ഘാടന ചിത്രമായ പടയോട്ടം കാണുമ്പോൾ മനസ്സിൽ അന്ന് തന്നെ ഇടം നേടിയ അയാളുടെ മുഖത്ത് മിന്നിമായുന്ന വൈവിധ്യമാർന്ന അഭിനയത്തിൻ്റെ ഭാവമാറ്റങ്ങൾ ഇന്നും മനസ്സിൽ മായാതെ നിൽപ്പുണ്ട്. ഗോവിന്ദൻകുട്ടിയുടെ പെരുമനക്കുറിപ്പ് ഭ്രാന്ത് പിടിച്ചതുപോലെ പായുമ്പോൾ തിയേറ്ററിൽ ആരോ പറയുന്നുണ്ടായിരുന്നു അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ കഥയും സംഭാഷണമൊക്കെ എഴുതിയതെന്ന്. അയാളുടെ സംഭാഷണം ഇപ്പോഴും അലയടിക്കുന്നുണ്ട്. എന്നെ രക്ഷിക്കണം തമ്പാൻ, ഞാൻ ഈ കാലിൽ വീണ് അപേക്ഷിക്കുന്നു തമ്പാൻ, ദാ ഇതെല്ലാം എടുത്തോളി, അവിടെ നിന്ന് തന്നതും ഭണ്ഡാരത്തിൽ നിന്ന് എടുത്തതും കള്ളക്കരം പിരിച്ചതും എല്ലാം എടുത്തോളി, എനിക്കെൻ്റെ ജീവൻ മാത്രം മതി. പൊന്നിനും പണത്തിനും വേണ്ടിയാണ് ഞാൻ എല്ലാം ചെയ്തത്, പക്ഷെ വേണ്ട, ഞാൻ എവിടെയെങ്കിലും പോയി എരുന്ന് ജീവിച്ചോളാം, രക്ഷിക്കണം തമ്പാൻ, രക്ഷിക്കണം തമ്പാൻ. പെരുമനക്കുറുപ്പുമാർ വീണ്ടും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു.